ഹായ് കൂട്ടുകാരെ, കുറേ ആയി ഞങ്ങൾ ഇതാ ഇങ്ങനെ ലോങ് വീഡിയോ ആയിട്ടൊക്കെ വന്നിട്ട്. അതിനുള്ള കാരണങ്ങൾ എന്നെ അറിയുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പം ഇന്നൊരു ചെറിയൊരു വ്ളോഗായിട്ടാണ് വന്നത്. എത്രത്തോളം അത് കംപ്ലീറ്റ് ആവുമെന്നൊന്നും അറിയില്ല, എന്നാലും ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്നിപ്പോൾ ഒരു കുട്ടികൾക്ക് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം പ്രത്യേകിച്ച് സൺഡേ ആണ്. അപ്പം കഴിയുന്നൊരു വിശ്വാസത്തോടെയാണ് എടുത്തത്. പല ഫിസിക്കലി ഫിറ്റ് അല്ലായിരുന്നു ഞാൻ, അതാണ് വീഡിയോ ഒന്നും ചെയ്യാഞ്ഞത്. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിനു മുമ്പേ എൻ്റെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിയേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇപ്പോൾ ടൈം 7 മണി ആകാനായിട്ടോ. മക്കൾക്ക് മദ്രസ ഉണ്ട്, മോൻക്ക് ട്യൂഷനൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ ഒന്ന് വിളിക്കണം. ആ ഒരു പണികളൊക്കെ ഉണ്ട്. സ്കൂള് മാത്രമേ ക്ലോസ് ചെയ്തിട്ടുള്ളൂ. അപ്പം അവരൊക്കെ ഒന്ന് ഉറക്കത്തു നിന്നൊക്കെ എഴുന്നേൽപ്പിക്കണം. അതിൻ്റെ ഡ്യൂട്ടി അല്ല കേട്ടോ, ഉമ്മേൻ്റെ ഡ്യൂട്ടിയാണ്. എനിക്കിപ്പം അതിനൊന്നും കഴിയില്ല. പക്ഷെ ഇരുന്നോടത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാന്നുള്ളത് മാത്രമേ എനിക്ക് പറ്റുന്നുള്ളൂ. അപ്പം അവരൊന്ന് വിളിക്കണം, അവരൊന്ന് അതിലേക്കൊക്കെ ഒന്ന് പറഞ്ഞയക്കണം. പഴം പുഴുങ്ങി വെച്ചിട്ടുണ്ട്, അതിൻ്റെ കൂടെ കാടമുട്ടയും വെച്ചിട്ടുണ്ട്. സംഭവം ഒരു പഴങ്കിയും ആണ്. കാലി ചായക്ക് അതാണ് ഞാൻ കൂട്ടാറുള്ളത്. അതാ ഇന്നത്തെ വീഡിയോയിലും കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. വേണ്ട. അപ്പോൾ അതാ അവർക്കുള്ള കട്ടൻ തയ്യാറായിട്ടുണ്ട്. അപ്പം ജസ്റ്റ് കട്ടനും അതിൻ്റെ കൂടെ എന്തെങ്കിലും ബിസ്ക്കറ്റോ കാര്യങ്ങളോ എന്തെങ്കിലും കഴിക്കുകയുള്ളൂ. കാരണം വേഗം പോയി വരുന്നതാണല്ലോ. അപ്പം അതേ സമയത്ത് തന്നെയാണ് മോനും പോകുന്നത് ട്യൂഷന്. അവനക്കും കുറച്ച് ടൈമേ ഉള്ളൂ ട്യൂഷനൊക്കെ. അപ്പോൾ 3 ആൾക്കും കൂടി ചായ കൊടുത്തതാണ്. പിന്നെ ഏകദേശം ഒരു 10:30 കഴിഞ്ഞപ്പോഴേക്കും അവർ മദ്രസ വിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. കൂടെ ഞാനും ഇരുന്ന് കഴിക്കുകയാണ്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വെജിറ്റബിൾ കുറുമയും ചപ്പാത്തിയാണ്. എനിക്ക് വെജിറ്റബിളിനോടാണ് ഇപ്പം ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം, ക്രേവിങ്സ്. അപ്പോൾ പിന്നെ മോർണിംഗും അതന്നെ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ച് ബ്രേക്ക്ഫാസ്റ്റിൽ അങ്ങനെ അത് കഴിക്കുകയാണ് കേട്ടോ. ഗൈസ്, അങ്ങനെ ഇതാ ഫ്രഷൊക്കെ ആയി. അതിൻ്റെ ഇടയിൽ കുറേ വിട്ടുപോയിരിക്കണം. ഇവൻ്റെ വക ഇന്ന് നെയ്ച്ചോറും ഇവിടെ പോയി നെയ്ച്ചോറും പപ്പടം, അതുപോലെ ചീരപ്പേരി, ഇത് ഫിഷ്. ഇതെനിക്കാണ് കേട്ടോ, കാരണം ഞാൻ നെയ്ച്ചോറ് കഴിക്കാറില്ല. അതുകൊണ്ട് അതെനിക്ക്. പിന്നെതാ ബീഫ് കറിയാണ്, അതും ഞാൻ കഴിക്കാറില്ല. അതുകൊണ്ട് ഞാൻ ചീര കൂട്ടി അടിക്കാനുള്ള പ്ലാനിലാണ്. അതുമാത്രമല്ല, ചീര, സാദാ ചോറ്, പിന്നെ മോര്, അങ്ങനെയുള്ളതൊക്കെ ഞാൻ കഴിക്കുകയുള്ളൂ. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ സൺഡേ സ്പെഷ്യൽ നെയ്ച്ചോറാണ്. അപ്പം അതുണ്ടാക്കിയിട്ടുണ്ട്. ഗൈസ്, റാസിക്കൽ ചായക്കനം കൊണ്ടുവന്നിരുന്നേ. പക്ഷെ തിന്ന് കഴിഞ്ഞപ്പോഴാണ് വീഡിയോ എടുത്തില്ലല്ലോ എന്നുള്ളൊരു ഇത് വന്നത്. മിനി ബർഗറുമായിട്ട് വന്നതാണ്. പക്ഷെ ഇത് കണ്ടപ്പോൾ എന്താണെന്നറിയില്ല, വീഡിയോ എടുക്കാനുള്ള ആ ഒരു കാര്യയെ മറന്നുപോയി. എല്ലാവരും കഴിച്ചു കഴിഞ്ഞ് ബാക്കി 2 ആയപ്പോഴാണ് ഓർമ്മ വന്നത്. അപ്പം ഞാനതെടുത്തതാണ്. അത് ഈവനിങ് സ്നാക്സായിട്ട് കൊണ്ടുവന്നതാണ്. ഞാനൊക്കെ കഴിച്ചിട്ടോ, സത്യം പറയുകയാണെങ്കിൽ. അസ്ലക്ക് വേണ്ടെന്നാണ് പറയുന്നത്. അപ്പം ഞാനൊന്ന് കഴിച്ചാലോ. ഈ ഗൈസ് ചിരി വരുന്നു. തൽക്കാലം ഇപ്പം എനിക്ക് വേണ്ട, അല്ലെങ്കിൽ ഇപ്പോൾ അവള് കച്ചറുണ്ടാക്കും.
അപ്പം ഗൈസ്, ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. കൂടുതൽ വിശേഷങ്ങളായിട്ട് ഞാൻ ഉടനെ എത്തുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.